കഴിഞ്ഞ 6-ാം തീയതി ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിതനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ബി.ആർ. ഗവായിക്കെതിരെ ഒരു ഷൂ എറിയുന്ന ഒരു അറ്റാക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ 2 വീഡിയോകൾ കൃത്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോകൾ വന്നതിന് ശേഷം അത് BJPക്ക് തന്നെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കി, സംഘപരിവാർ രാഷ്ട്രീയത്തിന് തന്നെ ഡാമേജ് ഉണ്ടാക്കിയ കാര്യം, ഇവർ ഹിന്ദുക്കളെ എല്ലാം തന്നെ ഏകീകരിക്കുകയും ഒരേ ദൈവം വേണമെങ്കിൽ രാമനെ എല്ലായിടത്തും തന്നെ ഒരേ ദൈവമാക്കി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഹിന്ദു മതത്തെ ഒരു ഇസ്ലാമോഫോബിയൊക്കെ കാണിച്ചുകൊണ്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടക്കാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ അടക്കം തന്നെ വലിയൊരു മജോറിറ്റി വിഭാഗമായിട്ടുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ SC/ST കൾക്കും ദളിതർക്കും ഒക്കെ തന്നെ പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഈ പറയുന്ന ഗവായിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആക്രമണം ഉണ്ടായത് വലിയ തോതിൽ BJPക്കും സംഘപരിവാർ സംഘടനകൾക്കൊക്കെ തന്നെ ക്ഷീണമുണ്ടാക്കി. കാരണം ഇത് ഹിന്ദു മതത്തിനകത്ത് തന്നെ ദളിതരോട് ചെയ്യുന്ന അന്യായമാണ് എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നു. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഈ പറഞ്ഞ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും അതുപോലെ വഴിയിൽ കൂടി നടക്കാനുമൊക്കെ സമ്മതിക്കാതിരുന്നത് ഏതെങ്കിലും ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഒന്നുമല്ല, അത് ഹിന്ദുക്കളിലെ തന്നെ വരേണ്യവർഗമാണ്. അപ്പോൾ കേവലം ഇന്ത്യയിൽ 3% മാത്രമുള്ള 60%-ത്തിലേറെയുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളെയും ദളിതനെയും ഒക്കെ ഇതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു വലിയ വാദം വന്നിരുന്നു. അപ്പോൾ ആ വാദത്തെയൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ വാദവുമായി നാഷണൽ ലെവലിൽ നിരവധി ചാനലുകളിലെ വീഡിയോകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതിന് വഴിവരുന്നിട്ടത് ഈ പറയുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു വെളിപ്പെടുത്തലാണ്. അതിൻ്റെ പിന്നിലുള്ള അഭ്യാസവും അതുപോലെ തന്നെ ഐഡിയയും ഒക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഈ പറയുന്ന ബ്രാഹ്മണ അതല്ലെങ്കിൽ മേധാവികൾ അല്ലെങ്കിൽ വരേണ്യവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. കാരണം ഒരു ടൂളായിട്ട് ഒരു ദളിതനെ തന്നെ മറ്റൊരു ദളിതനെതിരെ ഉപയോഗിക്കുക എന്നുള്ളത് അത് കാലാകാലങ്ങളായി നടന്നു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അതായത് രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഒരാളാണ് എറിഞ്ഞത്. അദ്ദേഹം ആ എറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സനാതന ധർമ്മത്തെ അപമാനിച്ചാൽ ഞങ്ങൾ സഹിക്കില്ല, ഹിന്ദുസ്ഥാൻ സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു സനാതന വാദത്തെയൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു ഹിന്ദു ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷേ അപ്പം തന്നെ അദ്ദേഹം ഒരു വരേണ്യവർഗ്ഗമാണോ എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ പുറത്തേക്ക് വന്നത് ഓപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. ഓപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് റൈറ്റ് വിങ് അജണ്ടകൾ പേറുന്ന ഒരു ചാനലാണ്. BJPക്കും അതുപോലെ സംഘപരിവാറിനൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ പറയുന്ന ഞെട്ടിക്കുന്നൊരു വിവരമെന്ന് പറയുന്നത്, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ലാത്തൊരു വിവരമാണ്. കാരണം ഇയാൾ ഒരു ദളിതനാണ് എന്നുള്ളതാണ്, രാകേഷ് ശർമ്മ. ആ ദളിതനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി ആരോ എഴുതി കൊടുത്തതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ഇന്ന് ബിൽഡ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ഈ ഉണ്ടാക്കിയ ഒരു ഡാമേജ് തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെല്ലാം തന്നെ മുൻകൂട്ടി പ്ലാൻഡ് ആണെന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സ്ലിപ്പ് നോക്കിയാണ് ഇദ്ദേഹം സനാതന ധർമ്മത്തെ അപമാനിച്ചാൽ ഹിന്ദുസ്ഥാൻ സഹിക്കില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിരിക്കും ഈ പറയുന്ന പോലെ ആദ്യം നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, പിന്നീട് അത് പോസിറ്റീവ് ആക്കാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പായിരിക്കും ഈ സംഭവിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു ദളിതനാണ് എന്നുള്ളതാണ്. ഇതൊരു കാസ്റ്റേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടോ ജാതീയമായിട്ടുള്ള ഒരു അറ്റാക്കോ അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പകരം അദ്ദേഹം പറയുന്നത്, ഈ 6-ാം തീയതി ഒക്ടോബർ 2025 ഷൂ എടുത്ത് എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഒരു ജാതിപരമായിട്ടുള്ള അറ്റാക്കായി, മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കകത്ത് തന്നെയുള്ള ജാതിപരമായിട്ടുള്ള ഒരു അറ്റാക്കായി നിങ്ങളൊരാളും തന്നെ കണക്കിലെടുക്കരുതെന്നാണ്. ഞാൻ ബറേലി എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാളാണെന്നും ഇപ്പോൾ ജീവിക്കുന്നത് ഡൽഹിയിലെ മയൂർ വിഹാറിലുള്ള സ്ഥലത്താണെന്നും അദ്ദേഹം ഈ ഓപ്പ് ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് അടുത്ത അദ്ദേഹം പറയുന്നത്, പീപ്പിൾ മെ നോട്ട് നോ മീ, എന്നെ ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഞാനും ഒരു ദളിതനാണ്. എൻ്റെ പേരെന്ന് പറയുന്നത്, ഇദ്ദേഹം കൃത്യമായി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയയും ബുദ്ധിയും ഒക്കെ മനസ്സിലാവുള്ളൂ. രാകേഷ് കിഷോർ എന്നാണ്. മൈ നെയിം ഈസ് രാകേഷ് കിഷോർ, നോട്ട് പാണ്ഡെ, നോട്ട് തിവാരി, നോട്ട് ഗുപ്ത, നോട്ട് ജയ്സ്വാൾ എന്നാണ്. അതായത് ഇത്തരത്തിൽ എൻ്റെ പേര് എന്ന് പറയുന്നത് കിഷോർ എന്നാണ്. പാണ്ഡെന്നോ തിവാരിന്നോ ഗുപ്ത എന്നോ ജയ്സ്വാളോ എന്നല്ല. ഐ ആം വില്ലിങ് ടു ഷോ മൈ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പക്ഷേ പൊളിച്ചു കളയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കിതിൻ്റെ അവസാനം പറയാനുണ്ട് കേട്ടോ, അതുകൂടി നിങ്ങൾ കേൾക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. കാരണം കുറച്ച് ആളുകൾ, അത് ഹിന്ദുസിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ആളുകൾ എൻ്റെ വീടിൻ്റെ ചുറ്റും വന്ന് നിന്ന് അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എനിവൺ എൽസ് ടു ഹാവ് ആസ് മച്ച് ആസ് നോളജ് ഓഫ് ബുദ്ധിസം ഐ ഡു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എൻ്റെ അത്രയും ബുദ്ധിസത്തിൽ അറിവുള്ള വലിയ ജ്ഞാനമുള്ള ആളുകളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
പിന്നെ അദ്ദേഹം പറയുന്നത് ലോർഡ് ബുദ്ധയെക്കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്, പക്ഷേ ബുദ്ധ ഒരു കാലത്തും ഹിന്ദുയിസത്തെ അപമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ BR ഗവായി നടത്തിയിട്ടുള്ളൊരു സംഭാഷണമുണ്ട്, ഒരു വിധി കേൾക്കുമ്പോൾ നിങ്ങൾ വിഷ്ണു ദൈവത്തോട് എന്ന് പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ്. അത് നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു, അത് മുഗളന്മാരുടെ കാലത്ത് തകർക്കപ്പെട്ടതാണ്, അതിൻ്റെ തല പോയിരിക്കുന്നതാണ്. അപ്പോൾ അത് റീകൺസ്ട്രക്ട് ചെയ്യണം, റിനോവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹമല്ല മറ്റൊരു ദലാൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്തരത്തിൽ ഒരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയതാണ്. പക്ഷേ ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ അല്ല, പകരം പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ ആണ്. നിങ്ങളൊരു ദൈവഭക്തനല്ലേ, നിങ്ങൾ വിഷ്ണുവിനോട് പോയി പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. ആ വാചകം വേണമെങ്കിൽ BR ഗവായിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അതിനോടൊന്നും ഇത്രമാത്രം ഇൻടോളറൻസ് കാണിക്കേണ്ട, അസഹിഷ്ണുത കാണിക്കേണ്ട ഒരു കാര്യവുമില്ല, ഷൂ എറിയേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ബുദ്ധനെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഐ ഓൾസോ ഫോളോ ഹിസ് ടീച്ചിങ്സ്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ വാചകങ്ങളൊക്കെ ഞാനും പിന്തുടരുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു ന്യായീകരണം, സ്പീക്കിംഗ് അബൌട്ട് ദ CJI ഗവായ് ഔട്ട്റേജിയസ് കമൻറ്റ് ഓൺ ലോർഡ് വിഷ്ണു, കിഷോർ സെഡ് ദ ഫീലിങ്സ് ഇൻ ഹിസ് ഹേർട്ട് കെയിം ഔട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഹൃദയത്തിലെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പുറത്തു വന്നു. ദ ആങ്കർ ആൻഡ് റിസൻമെൻറ്റ് ഹി ഫെൽറ്റ് ഫോർ ഹിന്ദുസ് ആൻഡ് സനാതൻ ധർമ്മ കെയിം ഔട്ട് സ്പോണ്ടേനിയസ്ലി. അതായത് സനാതൻ ധർമ്മക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളാണ് പുറത്തേക്ക് വന്നത് എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് CJI പറയുന്നത്, പാർഡനിങ് ഹിം സേസ് CJI knows that this man will speak the truth and as I will be disgraced. ഞാൻ ഈ പറയുന്ന പോലെ സത്യം പറയുമെന്നും അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നിരവധി കാര്യങ്ങൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം അടുത്തതായി പറയുന്നത്, ഞാൻ ഒരു വയലൻസിനും അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാനോ വാൻഡലൈസ് ചെയ്യാനോ ഫയർ സെറ്റ് ചെയ്യാനോ പ്രൊട്ടസ്റ്റോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ വർക്ക് സമാധാനപരമായി 70 കൊല്ലത്തേക്ക് നമ്മൾ ചെയ്യാതിരുന്നതിൽ നാണിക്കുകയും ഇനി ചെയ്യാൻ തുടങ്ങുകയും വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് 70 കൊല്ലമായിട്ട് ഇദ്ദേഹം ചെയ്ത പോലെയുള്ള ഭയങ്കര വർക്കുകൾ വേറെ ആരും ചെയ്തില്ല ഹിന്ദുക്കൾ, അതുകൊണ്ട് ഇനിയും ചെയ്യാൻ തുടങ്ങണമെന്നാണ്. ഇത് ആരുടെ ആഹ്വാനമാണെന്ന് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് നൗ. വലിയ പ്ലോട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞാനിപ്പോൾ അത് തീരുമാനിച്ചിരിക്കുന്നു. ബിഫോർ ഐ ഡൈ ഐ ഹാവ് ടു ഡൂ സംതിങ് ഫോർ ഹിന്ദു റിലീജിയൻ. അതായത് ഹിന്ദു റിലീജിയന് വേണ്ടിയും സനാതന ധർമ്മത്തിന് വേണ്ടിയും എന്തെങ്കിലും ചെയ്യണമെന്ന് കൃത്യമായ അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം ബാക്കിയുള്ളവർക്ക് ഒരു ആഹ്വാനം കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലോട്ടിൽ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഗവായിക്കെതിരെയുള്ള കമൻറ്റുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിലുള്ളൊരു പ്ലോട്ട് എന്നറിയാം. എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്ന ഇപ്പോൾ നാഷണൽ മീഡിയയിലെല്ലാം BJPയും സംഘപരിവാർ ചാനലുകളും ഒരുക്കുന്ന ന്യായീകരണമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും കാസ്റ്റ് വൈസ് ഉള്ള ഒരു പ്രശ്നമല്ല. പകരം BR ഗവായി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിഷ്ണുവിനെതിരെയും അതുപോലെ ഹിന്ദുയിസത്തെയും സനാതന ധർമ്മത്തെയും ഒക്കെ അപമാനിക്കാൻ നടത്തിയത് വിഷമം കൊണ്ടിട്ടുള്ള ഒരു ദളിതൻ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ചെയ്തതെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ സംശയിക്കുന്നു ഒരു ദളിതനെ തന്നെ കണ്ടെത്തി കൃത്യമായിട്ട് ഇത് ചെയ്തതായിരിക്കും. ദളിതനാണ് എന്ന് പറയുന്നതിനെ നമുക്കിപ്പോൾ വിമർശിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് ശരിയാകാനാണ് സാധ്യത. കാരണം ശരിയാണെങ്കിൽ തന്നെ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഉള്ളിലേക്ക് പോലും ഇത്തരത്തിൽ അധമമായിട്ടുള്ള ചിന്തകളെ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് പോലും ഈ പറയുന്ന വരേണ്യവർഗത്തിൻ്റെ സുപ്രീമസി എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതിന് ഇന്ത്യയിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പെൺകുഞ്ഞുങ്ങളെ പണ്ട് ആളുകൾ പെൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ അത് കുടുംബത്തിന് ദോഷമാണെന്ന് കരുതി മുതലക്കുളത്തിൽ എറിഞ്ഞു കൊന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകൾ അത് നിരോധിച്ചപ്പോൾ പോലും അത് കേൾക്കാതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം അമ്മമാരൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് മുതലക്കുളത്തിലേക്ക് എറിയുകയും മുതല പിടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രേഖപ്പെടുത്തിയത് പിന്നെ എങ്ങനെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർ ആ കുളം വറ്റിക്കുകയും മുതലകളെല്ലാം തന്നെ വെടിവെച്ചു കൊന്നുമാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്ന രേഖകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഒരു സംഭവ വികാസമാണ് ഈ പറയുന്ന പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങളിലേക്ക് ജനം തിരിച്ചു പോകുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് അനുമതി കിട്ടിയപ്പോൾ പോലും അങ്ങനെ അനുമതി വേണ്ട എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതും ഞങ്ങൾ കയറിയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞതും ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെ തന്നെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആളുകളെയൊക്കെ തന്നെ പലപ്പോൾ പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ മാനസികമായി ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് അടിമകളാക്കിക്കൊണ്ടൊക്കെ തന്നെ
പലതരത്തിലുള്ള ഉപയോഗപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാകേഷ് കിഷോർ ഒരു ദളിതനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞെട്ടാനൊന്നുമില്ല. കേരളത്തിൽ പോലും ഞാൻ നിങ്ങളോട് പറയാമല്ലോ, എത്രയോ ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അതുപോലെ ഈഴവ, ദളിത്, പിന്നോക്ക, ഈവൻ നായരടക്കമുള്ള മതവിഭാഗങ്ങൾക്ക് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വലിയ എന്തോ ഉയർന്ന ആളാണ് എന്ന് പറയുന്ന തോന്നൽ നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഒരുപാട് പേർക്കുണ്ട്. ആ ഒരുപാട് പേർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രാഹ്മിൻസ് എന്ന് എഴുതിയിട്ടുള്ള പൽപ്പൊടി ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്തും കറിപ്പൊടികൾ ചിലവാകുന്നത്. അതുകൊണ്ടാണ് നമ്പൂതിരീസ് എന്ന് പറയുന്ന കറിപ്പൊടികൾ ചിലവാകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടൽ എന്ന് എഴുതി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹോട്ടലിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം അത് ഈ പറയുന്ന പോലെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് പോലും ഞങ്ങളും നിങ്ങളും ഈക്വലാണ് എന്ന് ചിന്തിക്കുന്നതിന്, തുല്യതയാണ് ചിന്തിക്കുന്നതിന് പകരം വർഷങ്ങളായി കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു ഇമേജ് കൊണ്ടിട്ടാണ്. ആ ഇമേജുകൾ കൊണ്ട് തീർച്ചയായിട്ടും ഇവരൊക്കെ വലിയ ആളുകളാണ് എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമലയിൽ ഒരു തന്ത്രി വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പൂജിക്കാൻ എന്നാൽ 3 ലക്ഷം രൂപ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള രാഷ്ട്രീയവും ആശയപരവുമായ കടന്നുകയറ്റം ദളിത് വിഭാഗത്തിലേക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കാണ് അത്ഭുതമുള്ളത്? അത്തരത്തിൽ അടിമകളായ ആളുകൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കി എന്ന് പറയുന്ന മണിപ്പൂരിലെ അവർ രാജാക്കന്മാരുടെ സംരക്ഷകരായിട്ട് വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആ രാജാക്കന്മാർക്ക് വേണ്ടി അവർ ജീവൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. മനസ്സിലായോ? കട്ടപ്പ എന്ന് പറയുന്ന അടിമയെ നമ്മളിപ്പോഴും ബാഹുബലി സിനിമകളിൽ വലിയ ആഘോഷിക്കുന്നത് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സ്വാധീനമൊന്നുമില്ലാതെ ഒരു വാക്കിൻ്റെ പുറത്ത് മാത്രം ഒരു രാജകുടുംബത്തിന് കീഴിൽ അവർ പറയുന്ന എല്ലാ മോശം കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായി പോയിട്ട് പോലും നമുക്ക് വലിയ കുഴപ്പം തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് ഇത്തരത്തിലുള്ള മനോഭാവം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ആൾ ഏതോ ദളിതനാണ്, അതുകൊണ്ട് ദളിതനെ ഒരു ഷൂ എറിഞ്ഞതാണ് എന്ന് പറഞ്ഞതിനെ ട്രിവിയലൈസ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ഷൂ എറിഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിലായി ഞാൻ ഡീറ്റെയിൽഡായി ഇതിൻ്റെ കാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ 49.5% റിസർവേഷൻസ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനും SC/ST ഒക്കെ ആദ്യമായി നടപ്പിലാക്കിയത് മുതൽ ഈ പറയുന്ന പോലെ 2700 വരുന്ന സ്റ്റാഫുകളിൽ ഏതാണ്ട് പകുതി പേർ ഭാവിയിലെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ ആകുന്നത് മുതലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. 30-ലധികം വരുന്ന സുപ്രീം കോടതി ജഡ്ജിമാരിൽ 12 പേരും ബ്രാഹ്മണരായത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ 2023 80%-ലധികം വരേണ്യവർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റുകളിൽ നിന്നുള്ള ആളുകളായത് എങ്ങനെയാണ്? ഇതേപോലെയുള്ള ബോധം സൃഷ്ടിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന താഴേക്കിടയിലുള്ള 60%, 70%-ഓളം വരുന്ന അതർ ബാക്ക്വേർഡ് ക്ലാസ്സുകളും അതുപോലെ മറ്റു മതവിഭാഗങ്ങളും ഒക്കെ ഇത് എതിർക്കാതിരുന്നത്. അവർക്കിപ്പോഴും സിവിൽ സർവീസിലോ അല്ലെങ്കിൽ വലിയ ഉന്നതമായിട്ടുള്ള ജോലികളിലോ ഒന്നും ഇത്തരത്തിലുള്ള റിസർവേഷനോ അർഹമായ പ്രാതിനിധ്യമോ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്, മറ്റേ നിർമ്മലാ സീതാരാമൻ ഹൽവ ഉണ്ടാക്കി ഗ്രൂപ്പിൽ കേന്ദ്ര ഗവൺമെൻറ് അണ്ടർ സെക്രട്ടറിമാരിൽ 3 പേർ മാത്രമേ ദളിതനോ മറ്റ് പിന്നോക്കോ ജനവിഭാഗങ്ങളോ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇതിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ ജുഡീഷ്യറിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രകടനം നടത്താൻ പലപ്പോഴും ദളിതരായിട്ടുള്ള ഇതുപോലെ അടിമകളായി പോയിട്ടുള്ള ഹിന്ദുവാണ് എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും യഥാർത്ഥത്തിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഹിന്ദുവിൻ്റെ ഒരു അവകാശവും കൊടുക്കാതിരിക്കുകയും അവൻ്റെ സ്കോളർഷിപ്പുകളൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രവണതകൾ ഈ രാജ്യത്ത് നിരവധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൈയാളുകളായി പലപ്പോഴും ഉപയോഗപ്പെടുന്നത് ആ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ നിരവധി പട്ടാളത്തിൽ എടുക്കുകയും ആ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ വെടിവെക്കുകയും ചെയ്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്, എത്രയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാകേഷ് ശർമ്മ എന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ജനനം കൊണ്ട് ദളിതനാണെങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന ചിന്താഗതികൾക്ക് കീഴ്പ്പെട്ട് അടിമയായി പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് BR ഗവായിക്കെതിരെ ഷൂ എറിഞ്ഞത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇവർ ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം നടത്താനും ആ പ്രചരണങ്ങൾക്ക് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയ്ക്കിൽ എത്തിക്കാനും ഒക്കെയുള്ള മെഷീനറി ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ ദളിതനായിട്ടുള്ള ആൾ മനുഷ്യൻ പോലും അല്ലാതെ രാകേഷ് കിഷോർ മാറിക്കഴിഞ്ഞിട്ട് നിരവധി വർഷങ്ങളായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 70 വർഷങ്ങളായി നമ്മൾ ഇതൊന്നും ചെയ്തില്ല, ഇനിയെങ്കിലും ചെയ്തു തുടങ്ങണം, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെങ്കിലും എന്തോ മഹത്തരമായ കാര്യം അദ്ദേഹം ചെയ്തു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു മെൻറ്റാലിറ്റിയാണ് പണ്ട് ഗോഡ്സേയൊക്കെ പ്രകടിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ഇനി എനിക്ക് മറ്റു ചില ചോദ്യങ്ങളുണ്ട് ഈ ദളിതരായിട്ടുള്ള രാകേഷ് കിഷോറിനോടും അതുപോലെ അവരെ പിന്തുണക്കുന്ന ആളുകളോടും. 2023 ഒരു ദളിത് സ്റ്റുഡൻറ്റ് ഈ ഭാരത്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള അവിടെ നിന്നുള്ള ഒരു ടീച്ചറുടെ പേഴ്സണൽ ബോട്ടിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടി അസോൾട്ട് ചെയ്തിട്ടുണ്ട്. എന്താ നമ്മുടെ ഇവിടെയുള്ള ദളിതൻ്റെ പോലും വികാരം വരാത്തത്?
വികാരം വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 2022 ഇന്ദ്ര മേഘ്വാൾ എന്ന് പറയുന്ന ഒരു കുട്ടി, 9 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ കുട്ടി യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന പോലെ അപ്പർ കാസ്റ്റിന് വേണ്ടി മാത്രം കുടിക്കാനുള്ള ഒരു പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്നൊന്നും എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നുകളഞ്ഞു ഈ പറയും ഇന്ദ്ര മേഘ്വാളിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റിക്കോ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കോ ഒന്നും ഒരു പൊള്ളലും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇനി കേരളത്തിൽ തന്നെ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ പറയുന്ന പോലെ വാളയാറിലെ 2 പെൺകുട്ടികൾ, 9ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, അതിൽ CBIയുടെ ഫൈൻഡിങ്സ്, അതായത് ഇളയ പെൺകുട്ടി പെരുവിരലിൽ കുത്തി നിന്നാണ് കഴുത്തിൽ കയറിട്ട് തൂങ്ങി മരിച്ചതെന്ന് പറയുന്ന ഫൈൻഡിങ്സ് ഉണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ദുഃഖം തോന്നി? പക്ഷെ അതിനേക്കാൾ വലിയ ദുഃഖം തോന്നി നമുക്ക് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചപ്പോൾ. പെൺകുട്ടി മരിക്കുമ്പോൾ ഏത് മരണവും സങ്കടകരമാണ്, പക്ഷെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ പോലും നമ്മൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടായിരുന്നു. അത് ആയുർവേദ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം കൊടുത്തിരുന്നു, കാറ് കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൊടുത്ത വളരെ സുഖകരമായി ജീവിക്കാൻ പറ്റുമായിരുന്ന ഒരു പെൺകുട്ടി മരിച്ചു പോയപ്പോൾ നമ്മുടെ ആളുകൾക്ക് വലിയ ദുഃഖം തോന്നി. അതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ആ മൈൻഡ് സെറ്റ് ഇന്ത്യയിൽ മുഴുവൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ ഈ പറയുന്ന സംഘപരിവാരും അവരുടെ ഐഡിയോളജികളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ പെടാത്തവരല്ല ദളിതരും ഈ പറഞ്ഞ പോലെ മറ്റു പിന്നോക്ക മതവിഭാഗങ്ങളും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ പെട്ടുപോയവരാണ് ഇത്തരത്തിൽ ഇവരുടെ കയ്യാളുകളായി മാറിക്കൊണ്ട് ഷൂ എറിയാനും നാളെ ആയുധമെടുക്കാനും ഒക്കെ തയ്യാറാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മണ്ടൻ മറ്റേ പ്രചരണങ്ങൾക്കും അതുപോലെ തന്നെ വിദണ്ഡവാദങ്ങൾ കേരളത്തിലൊക്കെയുള്ള ചാനലുകൾ ഇപ്പം തന്നെ തുടങ്ങും. അതിനൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട മനസ്സിനുടമകളായിട്ടുള്ള ഒരാളാണ് രാകേഷ് ഈ പറഞ്ഞ പോലെ കിഷോർ എന്ന് പറയുന്നത്. അദ്ദേഹം പേരിൽ പാണ്ഡെയോ ജസ്വാളോ ഒന്നും ഇല്ലാതായിട്ട് കാര്യമില്ല. മനസ്സിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായ ആശയപരമായ മതപരമായിട്ടുള്ള തിമിരം ബാധിച്ച ആളാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ദളിതനായിട്ടുള്ള ഒരു CJIക്കെതിരെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ളൊരു പ്രകടനം നടത്തിയത്.